നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾക്ക് ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ, നിങ്ങളെ വിട്ടുപോകുന്ന കാര്യങ്ങൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ നിങ്ങൾ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ എനർജികളെയും കണക്റ്റ് ചെയ്താണ് നമ്മൾ ഇന്നത്തെ റീഡിങ്സ് എടുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയെ നിങ്ങൾ കണക്റ്റ് ചെയ്യുക. ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു റീഡിങ്സ് ലഭിക്കാൻ കാരണം ജനറൽ റീഡിങ്സ് ആണ്. ഒരുപാട് വ്യക്തികളുടെ എനർജി കടന്നു വരുന്നത് കൊണ്ട് നിങ്ങൾക്കത് റെസനേറ്റ് ആവുക എന്നതിനായിട്ടാണ് നിങ്ങളുടെ പ്രസൻസ് കണക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. പേഴ്സണൽ റീഡിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കറൻറ്റ് സമയം, നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽപ്പുണ്ടെങ്കിൽ ആ തീരുമാനങ്ങളെ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കണക്റ്റ് ചെയ്യാൻ, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സ് പേഴ്സണൽ റീഡിങ്സ് ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. ഏതെങ്കിലും ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി വേണമെങ്കിൽ, ഏതെങ്കിലും കരിയർ മേഖലയെ കണക്റ്റ് ചെയ്യണോ അതോ വിട്ടുപോകണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ കരിയർ, ഫിനാൻസ്, റിലേഷൻഷിപ്പുകളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാൻ, നല്ലൊരു ഗൈഡൻസോട് കൂടി മനസ്സിലാക്കി വെച്ച് അതിനനുസരിച്ച് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള റീഡിങ്സാണ് നമുക്ക് ഈ ഒരു പേഴ്സണൽ റീഡിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി, പേയ്മെൻറ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ റൈറ്റ് ഹീലിംഗ് മറക്കരുത്. മണി അഫർമേഷൻസ് ഇതൊക്കെ മാക്സിമം എഴുതാൻ പറ്റുന്ന സമയം ഉപയോഗിച്ച് എഴുതാൻ നോക്കണം കേട്ടോ. കാരണം പറ്റുന്ന രീതിയിൽ നമ്മളിൽ മാറ്റം വരുത്തുക, അല്ലാണ്ട് നമ്മളെപ്പോഴും മറ്റൊരാളെ ആശ്രയിച്ച് നമുക്ക് മാറ്റം വരുത്താനല്ല ശ്രമിക്കേണ്ടത്. നമ്മളെന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക്, ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ മാറേണ്ട സമയമാകുന്നു. അതുപോലെ ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചൊരു ശ്രദ്ധയോടുകൂടി പോകേണ്ട ദിവസമാണ്. വാക്കുകൾ ഉപയോഗിക്കണം. നിങ്ങളുടെ പ്രവർത്തികൾ, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ദിവസമായിട്ടാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നലെ വരെ കുറച്ച് ദുഃഖവും നിരാശയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് തോട്ട്സുകൾ കിടപ്പുണ്ടായിരുന്നെങ്കിൽ, എപ്പോഴും ഒരു വല്ലാതെ ഒരു എന്താ പറയുക, മാനസിക പിരിമുറുക്കം, ഒരു ഭാരം, നിങ്ങൾ എന്താണെന്ന് പറയാൻ പറ്റാത്ത വിധമുള്ള ഒരു ഭാരം നിങ്ങൾ ചുമക്കുന്ന പോലുള്ളൊരു ഫീലിങ്സ്, അസംതൃപ്തി, ഒരു സംതൃപ്തി ഇല്ലായ്മയൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നുവെങ്കിൽ, എപ്പോഴും മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു ക്ലിയറൻസ് ഒക്കെ വരാതെ എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ ഒരു തെറ്റ് സംഭവിക്കുന്ന അവസ്ഥകളിലൂടെയൊക്കെയാണ് കടന്നു പോയതെങ്കിൽ, അതായത് ചെറിയ രീതിയിൽ ജീവിതത്തിൻ്റെ താളം തെറ്റുന്ന പോലെ താളപ്പിഴകൾ സംഭവിക്കുന്ന ഒരു എനർജി ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ല ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് കാലം അനുകൂലമാകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ദിവസം, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോസിറ്റീവായ ചില സാഹചര്യങ്ങളിലൂടെ, അതായത് ഒരു റിലാക്സ് എനർജിയിലൂടെ, അതല്ലെങ്കിൽ ഒരു വിജയെ പോലെ മനസ്സിൽ തോന്നിക്കുന്ന ഒരു ഫീലിങ്സ്, അതായത് നിങ്ങളുടെ ദുഃഖത്തെ ആണെങ്കിലും പ്രശ്നങ്ങളെ ആണെങ്കിലും നിങ്ങളുടെ നെഗറ്റീവ് ഏത് സാഹചര്യത്തെയും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു എന്താ പറയുക, ഒരു വിൽ പവർ എനർജി, മൈൻഡ് ടു പവർ എനർജി നിങ്ങൾക്കുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതായത് ഒരു സ്തംഭന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നുണ്ട്. പോസിറ്റീവായിട്ട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ തീരുമാനങ്ങൾക്കൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ എനർജി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോഴ്സ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങളെ പ്രലോഭനങ്ങളിൽ ചെന്ന് പെടാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് തന്നിരിക്കുന്നത് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ദിവസമാണ്. ഇന്ന് പറയുന്ന വാക്കുകളും പ്രവൃത്തികളും ആക്ഷൻസും എല്ലാം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. നല്ലതും സംഭവിക്കാൻ, ചീത്തയും സംഭവിക്കാം. അതായത് ചതിക്കപ്പെടാനും യോഗമുണ്ട്. നല്ല ഒരു പ്രൗഡായ, അതായത് സക്സസ് ആയ ഒരു സിറ്റുവേഷൻസിലൂടെ പോകാനുമുള്ള യോഗമുണ്ട്. അതിനോടൊപ്പം തന്നെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി ആയതുകൊണ്ട്
മായാവലയത്തിൽ പെട്ടുപോകാൻ സാധ്യത. അതായത് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരും. എഫോർട്ട് എടുത്തിട്ടുള്ള വ്യക്തികളാവാം നിങ്ങൾ, എഫോർട്ട് എടുക്കുന്ന വ്യക്തികളാകാം നിങ്ങൾ, ക്ഷമയോടുകൂടി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളാവാം. പക്ഷെ നിങ്ങളെ ഇന്ന് മോഹിപ്പിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കാത്തിരുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികളുടെ സാന്നിധ്യം ഇന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ആഗ്രഹം, അട്രാക്ഷൻ തോന്നിക്കുന്നതാവാം. സാമ്പത്തികമായിട്ടോ കരിയർ പാതയിലോ മറ്റേതൊക്കെയോ രീതിയിൽ ഗിഫ്റ്റുകളായിട്ട് നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കറൻറ്റ്ലി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിലെല്ലാം പെട്ടുപോകരുത്, അതായത് അടിമപ്പെട്ടു പോകുന്ന ഒരു എനർജി നിങ്ങൾക്കുണ്ടാകരുത്. ആലോചിച്ച് വേണ്ട എന്ന് വെക്കേണ്ട കാര്യങ്ങളെ വേണ്ട എന്ന് വെക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നിങ്ങളൊന്ന് മാറണമെന്നാണ് നമുക്ക് കാണുന്നത്. അതായത് വളരെയധികം ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക കേട്ടോ. പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അബണ്ടൻസ് ആണ് കേട്ടോ ഇന്നത്തെ ദിവസം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്തുള്ള ചില കാര്യങ്ങൾ, ചില ബന്ധങ്ങൾ, ചില വ്യക്തികളുടെ പ്രസൻസ്, ചിലരെ സംബന്ധിച്ച് ഇന്ന് മദർ എനർജിയിൽ നിന്ന് കുറച്ച് കൂടുതൽ സ്നേഹവും പരിഗണനയും പരിലാളനവും ഒക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ട് കേട്ടോ. ഒരു പക്ഷേ ഇത്രയും കാലം നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങളുടെ മദറിൽ നിന്ന് ലഭിക്കണമെന്ന് ആഗ്രഹിച്ച ആ ഒരു സാന്നിധ്യം, ഒരു അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. നൈറ്റ് സോഴ്സിൻ്റെ എനർജിയും കണക്റ്റഡ് ആകുന്നുണ്ട്. പഴയ ചില ബന്ധങ്ങൾ, പഴയ ചില സൗഹൃദങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട് കേട്ടോ. പഴയ സുഹൃത്തുക്കളുടെ സാന്നിധ്യം, പ്രസൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളിലേക്ക് പഴയ പല ആളുകളും വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു. നഷ്ടപ്പെട്ടതാവാം. അതുപോലെ തന്നെ പാസ്റ്റിൽ നമ്മൾ പറഞ്ഞില്ലേ, കുറച്ച് നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങൾ, പാസ്റ്റിലെ ചില സ്നേഹബന്ധങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. സൗഹൃദ വലയങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ടോ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് ചെന്നുപെടാൻ പറ്റുന്നതായ സിറ്റുവേഷൻസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എന്താണെങ്കിലും ഒരു എന്താ പറയുക, ജീവിതത്തിൽ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ആശയക്കുഴപ്പം വരുത്തിയിരുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഇന്ന് വ്യക്തമാകുന്ന ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് കാണുന്നു. നല്ല ചില കമ്മ്യൂണിക്കേഷനുകൾ ഉണ്ടാകുന്നു. ചില തെറ്റിദ്ധാരണകൾ അവസാനിച്ച് പോകുന്നതായിട്ടൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ്. നിങ്ങൾക്കൊരു ശത്രുതയുണ്ട് കേട്ടോ. നിങ്ങളുടെ പിന്നിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോഴും നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു ശത്രുവിൻ്റെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അത് പാസ്റ്റിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. പാസ്റ്റ് ലൈഫിൽ നിന്നോ മുൻകാല ലൈഫിൽ നിന്നോ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാം, എൻ്റെ പിന്നിലൊരു നിഴലുണ്ട് എന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട്. ഇമോഷണലി ആണ് കേട്ടോ ഒരു കണക്ഷൻസ്. ഒരു പക്ഷേ ഒരു മസ്കുലൻ എനർജി ആവാട്ടെ, ഒരു പുരുഷൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫോക്കസിങ് ആവാം. ഒരു ശത്രുഭാവമുള്ള എന്നാൽ ഇമോഷണലി കണക്റ്റഡ് ആകേണ്ട ഒരു ശത്രുഭാവത്തിൽ നിൽക്കുന്ന വ്യക്തി. പ്രണയമായിട്ട് വന്നതാവാം, അല്ലെങ്കിൽ സ്നേഹമായിട്ട് നിൽക്കേണ്ട ഒരു വ്യക്തിയാവാം, നിങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയാവാം. എന്താണെങ്കിലും ആ ഒരു വ്യക്തിയുടെ പിന്നിൽ നിങ്ങളോട് ശക്തമാകുന്ന ഒരു വൈരാഗ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീഴ്ചയെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്കാക്കുക, നിങ്ങളുടെ മുന്നിൽ വരുന്ന സൗഭാഗ്യങ്ങളെ ബ്ലോക്കാക്കുക എന്ന ലക്ഷ്യമുള്ള ഒരു ശത്രുഭാവത്തിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിങ്ങളുടെ പാസ്റ്റിലെ എനർജിയിൽപ്പെട്ട വ്യക്തിയാണ്. അതായത് മുൻകാലങ്ങളിലെയോ മുൻ ജന്മങ്ങളിലെയോ നിങ്ങളുമായിട്ടുള്ള എനർജി കണക്ഷൻസ് ഉള്ള വ്യക്തിയായിട്ട് നമുക്ക് പറയേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസുകൾ ഇന്നൊരു ചെറിയ വെല്ലുവിളി പോലെ ഫീൽ ചെയ്യും. ആ ഒരു എനർജിയെ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഇന്നൊരു ശക്തമാകുന്ന വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് 7 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് കേട്ടോ. ഇന്ന് ചില ആളുകൾ നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ.
ചില വ്യക്തികളിൽ നിന്ന് ഒരു ഫൈറ്റിംഗ് നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ഫൈറ്റിംഗ് എന്ന് പറയുന്നതിലേക്ക് നോക്കുമ്പം നിങ്ങൾ തന്നെയാണ് സക്സസ് ആയിട്ട് നിൽക്കുന്നത്. അതായത് നിങ്ങളെ നേരിടുക എന്നത് നിങ്ങളുടെ ശത്രുക്കൾക്ക് അസാധ്യമാണ്. നിങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ ഉയർച്ചയിലും നിങ്ങളോട് ശത്രുത ഉള്ളവർ നിങ്ങൾക്ക് താഴെയുമാണ് നിൽക്കുന്നത്. ഒരു പക്ഷേ ഒരിക്കൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന, നിങ്ങൾ പിന്നാലെ ചെന്നിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവരെക്കാളും ഒരു പിടി താഴെ നിന്ന വ്യക്തികളാവാം. പക്ഷേ ഇന്ന് നിങ്ങൾ അവരെക്കാളും ഒരുപാട് ഉയരെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് വിധിയുടെ ഒരു എനർജിയാണ് കേട്ടോ, പ്രപഞ്ചശക്തിയുടെ ഒരു കളിയായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചില കാര്യങ്ങളിൽ, ചില ബന്ധങ്ങളിലൊക്കെ ഒരു ബൗണ്ടറി ഇട്ടേക്കുക. ഒരു എന്താ പറയുക, ചെറിയ ഫൈറ്റിംഗ് ഉണ്ടായാൽ തന്നെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കണം കേട്ടോ. അതുപോലെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിരിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട ചില കാര്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളിൽ ബ്ലോക്കായി പോയിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ. ദ വേൾഡ് കാർഡിൻ്റെ എനർജിയും വരുന്നുണ്ട്. തടസ്സങ്ങൾ അവസാനിക്കുന്നുണ്ട് കേട്ടോ. ഇനി മുന്നോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും നാളും എന്തിനിറങ്ങി തിരിച്ചാലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ബന്ധങ്ങളിൽ പോലും തടസ്സങ്ങളും വിള്ളലുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. തടസ്സങ്ങളൊക്കെ അവസാനിക്കുന്നുണ്ട്. പുതിയൊരു സാഹചര്യം, പുതിയ സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് മാറാനുള്ള യോഗം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു സ്തംഭന അവസ്ഥ, അതായത് നിങ്ങളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ എപ്പോഴും അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് മനസ്സിൽ എന്തെങ്കിലും വിദ്വേഷമൊക്കെ വെച്ച് അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ വെച്ച് നിങ്ങളിൽ നിന്നും എപ്പോഴും അകന്ന് നിന്ന ചില വ്യക്തികൾ നിങ്ങളോട് ഇന്നത്തെ ദിവസം തുറന്ന് സംസാരിക്കാനും, നിങ്ങൾ എവിടെയായിരുന്നു സ്റ്റക്കായിട്ട് നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു സ്തംഭന അവസ്ഥ ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ അത് മാറിക്കിട്ടാനുമുള്ള യോഗമുണ്ട് കേട്ടോ. അതുപോലെ ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കരിയർ പാതയിലാണെങ്കിലും നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ ആണെങ്കിലും ഇന്നത്തെ ദിവസം വളരെ പ്രൗഡായിരിക്കും. കറക്റ്റായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനും കറക്റ്റായിട്ട് കാര്യങ്ങളെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാനും നിങ്ങൾക്ക് പറ്റും. ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. നിങ്ങൾക്ക് മാത്രം അനുകൂലമാകുന്ന ഒരു സെൽഫിഷ് എനർജിയിലുള്ള, സെൽഫിഷ് മെൻറ്റാലിറ്റിയിലുള്ള തീരുമാനങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് ബി അസേർട്ടീവ് എന്നാണ് കേട്ടോ. നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഒരുപാട് ടെൻഷനൊക്കെ മനസ്സിനകത്തുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങളെക്കുറിച്ചൊക്കെ എപ്പോഴും ഇങ്ങനെ കൺഫ്യൂഷനും ഒരാദിയുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മറന്ന് കളഞ്ഞിട്ട് നിങ്ങൾ പെർഫെക്റ്റ് ടൈമിംഗ് ആണ്, നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നാണ് കാണുന്നത്. പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് കർമ്മ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ. നിങ്ങളിൽ ഒരുപാട് വ്യക്തികളുടെ കർമ്മ ഹീലിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ പ്രതിസന്ധികളും തടസ്സങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇതിപ്പോൾ പെർഫെക്റ്റ് ടൈമിംഗ് ആണ്, നിങ്ങളുടെ ഏറ്റവും നല്ല സമയമാണ്. നിങ്ങളുടെ കർമ്മയുടെ അവസാന ഘട്ടമാണ് കേട്ടോ. ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു കൊടുങ്കാറ്റ് പോലെയായിരിക്കും നമ്മൾ പ്രശ്നങ്ങളെ നേരിടേണ്ടത്. മാനസിക പിരിമുറുക്കവും ശക്തമാകുന്ന ആ ഒരു ശത്രുതകളിൽ നിന്നും വരുന്ന നെഗറ്റിവിറ്റികളും എല്ലാം കൂടി നമ്മളെ ഒന്ന് അടിച്ച് കുടഞ്ഞ് താഴ്ത്തി കളയുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് കർമ്മയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പം. പക്ഷെ അവിടെ പ്രതിരോധിച്ച് പിടിച്ച് നിൽക്കണം. കാരണം ഇപ്പം നിങ്ങൾക്ക് നല്ല സമയത്തിലേക്ക് വരികയാണ്. കർമ്മ അവസാനിച്ചു കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ്. വീഴ്ചകളും നഷ്ടങ്ങളും ദുരിതങ്ങളും എല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ വരുന്ന അടുത്ത ആഴ്ചകൾക്കുള്ളിൽ, നമ്മൾക്ക് അടുത്തടുത്ത് വന്നിരിക്കുന്ന ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില പുതിയ തുടക്കങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നത്. ടേക്ക് ആക്ഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു ഒറ്റയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചില കാര്യങ്ങളെ ഫോക്കസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ, മറ്റുള്ളവരുടെ സപ്പോർട്ടോ സഹായമില്ല, മറ്റാരോടും പറയാനും ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളെ മുന്നോട്ടേക്ക് പോകണം, കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് 100% കറക്റ്റ് സമയമാണ് ആക്ഷൻ എടുക്കുക കേട്ടോ.